ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അറയിൽ ഒരു വാല്യൂ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ള മെത്തേഡാണ്. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു അറേ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അറേയുടെ കറസ്പോണ്ടിങ് വാല്യൂസും അതിൻ്റെ പൊസിഷൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ കറൻ്റ്ലി ഉള്ള അറേയുടെ സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 8 ആണ് വന്നിരിക്കുന്നത്. 0 to 7 എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് അറയിലുള്ളത്. സോ നമ്മൾ അറയിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന ലോജിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അറയുടെ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് ഒരിക്കലും കൂട്ടാൻ പറ്റില്ല. സോ ഈ ഒരു കേസിൽ നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് നമുക്കൊരു പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് പറ്റില്ല. സോ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാനിവിടെ ഒരു 10 സൈസ് വരുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം അതിൽ ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂസ് ഹോൾഡ് ചെയ്തേക്കുന്ന സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 8 എന്ന് പറയുന്നത്. സോ 0 to 7 എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂസ് ഉള്ളത്. അതിനുശേഷം അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അറയിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. സോ ഒന്നെന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ് നമുക്ക് ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും, അതുകൂടാതെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് ഏത് വാല്യൂ ആണ് അതിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ള രണ്ട് ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടത്. സോ അത് രണ്ടുമാണ് ഈ ഇൻസേർട്ട് പൊസിഷനും ഇൻസേർട്ട് വാല്യൂ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഉള്ളത്. സോ 5 എന്ന് പറയുന്ന പൊസിഷനിലാണ് പുതിയ വാല്യൂവിനെ ആഡ് ചെയ്യേണ്ടത്. ആ 5 എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ ഏതാണോ അതാണ് 100 എന്ന് പറയുന്നത്. സോ നമുക്ക് 5 എന്ന് പറയുന്ന പൊസിഷനിൽ പുതിയൊരു വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കറൻ്റ്ലി അറേയുടെ ലാസ്റ്റ് പൊസിഷൻ തൊട്ട് ആ 5 എന്ന് പറയുന്ന പൊസിഷനിലുള്ള വാല്യൂസിനെ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 5 എന്ന് പറയുന്ന പൊസിഷനിൽ പുതിയൊരു വാല്യൂവിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന പൊസിഷനുള്ള വാല്യൂവിനെ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം അതിന് മുന്നത്തെ വാല്യൂ ഏതാണോ അതിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷൻ എത്തിയിരിക്കുകയാണ്. ആ ഒരു പൊസിഷനിലുള്ള വാല്യൂവിനെ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയൊരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ നമ്മൾ 5 എന്ന് പറയുന്ന പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യും. സോ ഈ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കറൻ്റ്ലി ഉള്ള അറേയുടെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 9 ആയിട്ടുണ്ട്. സോ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. സോ 8 എന്ന് പറയുന്ന സൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് 9 ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പുതിയ വാല്യൂ അറയിൽ ഇൻസേർട്ട് ആയിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ അറയിൽ പുതിയതായി ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.